ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രവ്രത്ത് വീട്ടിൽ നിന്നും ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് സിദ്ധാർത്ഥനും കുടുംബവും തങ്ങളുടെ പഴയ വീട്ടിലേക്ക് തന്നെ താമസം മാറാൻ തീരുമാനിക്കുന്നു. പ്രഭാവതി പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോഴാണ് ആ വീടിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് അറിയുന്നത്. അതുമാത്രമല്ല, മീരയുടെ ദുർമരണം സംഭവിച്ച വീടായതുകൊണ്ട് തന്നെ അവിടെ തുടരെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നു. ഇനിയും അവിടെ തുടർന്നു കഴിഞ്ഞാൽ ജീവഹാനി വരെ സംഭവിച്ചേക്കാം എന്നുള്ള ജോത്സ്യൻ്റെ പ്രവചനവും അവരെ എങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നുണ്ട്. ഈ മാറ്റം ഗിരീഷിനെ മാത്രമാണ് സിദ്ധാർത്ഥനെ അറിയിക്കുന്നത്. അതിനിടയ്ക്ക് നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിക്കാനും സുഹൃത്തുക്കളുമായിട്ടുള്ള എല്ലാ കോൺടാക്റ്റുകളും അവസാനിപ്പിക്കാനും സിദ്ധാർത്ഥൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നാലെ യഥാർത്ഥ വാസ്തവം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മതി മറ്റാരുടെയും സഹായം എന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്തായാലും ഒരച്ഛൻ, അമ്മ, ഭാര്യ എന്ന നിലയ്ക്ക് നന്ദൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നന്ദന് മാനസികമായിട്ടുള്ള സപ്പോർട്ട് നൽകിയിരുന്നത് കെവിനും ഇസബെല്ലയുമായിരുന്നു. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. സുഹൃത്തുക്കൾ എത്രയൊക്കെ കൂടെ ഉണ്ടായിരുന്നാലും അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കൊപ്പം വരില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം കൂട്ടുകെട്ടുകളെല്ലാം ഒഴിവാക്കി രഹസ്യമായിട്ട് മാറി നിൽക്കുക എന്ന ആറ്റിറ്റ്യൂഡാണ് ഈ കുടുംബം സ്വീകരിക്കുന്നത്. അത് ഒരു കണക്കിന് നല്ലതാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം കെവിനും ഇസബെല്ലയും കൂടെ നിന്ന് ചതിക്കുകയാണെന്നുള്ള കാര്യം ഇപ്പോഴും സിദ്ധാർത്ഥൻ സാറിനോ പ്രഭാവതിക്കോ നന്ദന് പോലും അറിയില്ല. തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ സിദ്ധാർത്ഥനും എതിർപ്പൊന്നുമില്ല. എങ്കിലും ഏതൊരു അച്ഛനെയും പോലെ തൻ്റെ മകൻ ഒരു കുറ്റവാളിയായിട്ട് മാറാനായിട്ട് സിദ്ധാർത്ഥനും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഒരു സങ്കടം അദ്ദേഹത്തെ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട്. എന്നാൽ പ്രഭാവതിയെ സംബന്ധിച്ചാണെങ്കിൽ മകൻ ഈ തെറ്റ് ചെയ്ത വിവരം മറ്റാരും അറിയാതെ രഹസ്യമാക്കി വെച്ച് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. സിദ്ധാർത്ഥൻ സാർ ഗിരീഷിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ഋഷിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏത് സാഹചര്യത്തിലാണ് നന്ദൻ അത് ചെയ്തതെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ശല്യമാണെന്ന് പറഞ്ഞ് നന്ദൻ പേടിച്ചു വിറച്ചതൊക്കെ വെറും തോന്നലായിരുന്നു എന്നും ഋഷിയെ കൊന്നു എന്ന കുറ്റബോധം കൊണ്ട് മനസ്സിൽ തോന്നിയതാണെന്നും പറയുമ്പോൾ ഗിരീഷും അത് കേട്ട് ആദ്യം ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നീട് ദേവികയാണെങ്കിൽ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിലും വളരെ സങ്കടത്തിൽ തന്നെയാണ്. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുന്ന ദേവികയുടെ പെരുമാറ്റത്തിൽ ഗിരീഷിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു കാര്യം നടന്നു എന്ന് വിശ്വസിക്കാൻ പോലും ഗിരീഷിനും സാധിക്കുന്നില്ല. അബദ്ധം പറ്റിയതാണെങ്കിലും ഒരാളെ കൊല്ലാൻ നന്ദന് കഴിയുമോ? ഇനി എന്താണ് സാറിൻ്റെ പ്ലാൻ എന്ന് ഗിരീഷ് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ഗിരീഷ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് കൈമലർത്തുകയാണ് ചെയ്യുന്നത്. മറുവശത്ത് ദേവികയാണെങ്കിൽ ശാരികയോട് നന്ദൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. തൽക്കാലം അമ്മയോടും അച്ഛനോടും ഒന്നും തുറന്നു പറയേണ്ടെന്നാണ് അവരുടെ തീരുമാനം. അച്ഛനെ ആക്രമിച്ച നന്ദേട്ടനോട് ശാരികയ്ക്ക് വലിയ വിരോധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സത്യങ്ങളെല്ലാം ദേവിക വഴി അറിഞ്ഞതോടെ ആ ഒരു വിരോധം മാറുന്നുണ്ട്. അതൊരു അബദ്ധം പറ്റിയതാണെന്ന വാസ്തവം ശാരികയും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാനാണ് ചേച്ചിയുടെ തീരുമാനം എന്ന് ശാരിക ചോദിക്കുമ്പോൾ ദേവിക തൻ്റെ ഉറച്ച തീരുമാനം വ്യക്തമാക്കുന്നു. നന്ദു ചെയ്തത് തെറ്റ് തന്നെയാണ് ശാരികയെ. ആ തെറ്റ് കണ്ടില്ലെന്ന് വെച്ച് വെറുതെ വിടാൻ പറ്റില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോട്ടെ എന്ന് ചങ്ക പൊട്ടുന്ന വേദനയിൽ ദേവിക പറയുന്നുണ്ട്. ഇത് കേട്ട് ശാരിക ചോദിക്കുന്നുണ്ട്, അത് ചേച്ചിയുടെ MLA സ്ഥാനത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഭാവിയെക്കുറിച്ചല്ല ദേവിക ചിന്തിക്കുന്നത്. അരുന്ധതി മേഡത്തിൻ്റെ ആകെയുള്ള ഒരു മകനായിരുന്നു ഋഷി. അവരോട് ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാതെ നന്ദുവിന് ഈ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞ് ദേവിക സങ്കടപ്പെടുമ്പോൾ ശാരിക ദേവികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീടാണ് ഭാർഗവി ദേവികയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. നന്ദനെ പറ്റിയത് ഒരബദ്ധമാണെന്നും ബന്ധം ഒഴിയണം എന്ന തീരുമാനത്തിൽ നിന്നും ദേവിക പിന്മാറണമെന്നും ഭാർഗവി ആവശ്യപ്പെടുന്നുണ്ട്. നന്ദൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്ന് ഭാർഗവി പറയുമ്പോൾ തനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ദേവികയും സമ്മതിക്കുന്നു. ചന്ദ്രോത്ത് വീട് ഒരു ഐശ്വര്യം കിട്ട വീടാണെന്നും മീരമോളുടെ ആത്മാവ് നിങ്ങളെ ആരെയും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഭാർഗവി വിശ്വസിക്കുന്നുണ്ട്. മോള് വീണ്ടും നന്ദൻ്റെ ജീവിതത്തിലേക്ക് ആ പഴയ ദേവികയെ തിരികെ വരണമെന്ന് പറയുമ്പോൾ സങ്കടം സഹിക്കാനാവാതെ ഭാർഗവിയുടെ നെഞ്ചിൽ കിടന്ന ദേവിക പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. ഇതേസമയം ഹോസ്പിറ്റലിൽ ബോധം തെളിഞ്ഞ മാധവൻ രാധികയോടും ശാരികയോടുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പാവം നന്ദമോന് ഒരു അബദ്ധം പറ്റിയതാണ്. അവൻ നിഷ്കളങ്കനായതുകൊണ്ടാണ് ആൾക്കാർക്ക് എല്ലാം അവനെ എളുപ്പം പറ്റിക്കാനായിട്ട് സാധിക്കും. സ്നേഹത്തോടെ ആര് സംസാരിച്ചാലും വിശ്വസിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടുക എന്നുള്ളത് അവൻ്റെ പതിവാണ്. ആ പാവം ചെറുപ്പക്കാരനെ ആരോ കെണിയിൽപ്പെടുത്തുകയാണ് എന്ന് മാധവൻ പറയുന്നത് കേട്ട് രാധിക ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതേസമയം ഇസബെല്ലയ്ക്കാണെങ്കിൽ നന്ദനെല്ലാം ദേവികയോട് തുറന്നു പറഞ്ഞ് അവളുടെ മുന്നിൽ മാപ്പ് ചോദിച്ചു കാണുമോ? അതുകൊണ്ടായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ബലപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. ദേവികയും നന്ദനും പഴയതിനേക്കാൾ അടുപ്പത്തിലാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഒരു ഉദ്ദേശവും നടക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഇസബെല്ല ഇത് നേരിട്ട് ചോദിക്കാൻ തന്നെ ചന്ദ്രോത്ത് എത്തുന്നുണ്ട്.
അങ്ങനെ ഇസബെല്ല ചന്ദ്രത്തെത്തുന്ന സമയത്താണ് നന്ദനും കുടുംബവും അവിടെ നിന്നും താമസം മാറി, അവരുടെ പഴയ വീട്ടിലേക്ക് താമസം മാറി എന്നുള്ള കാര്യം അറിയുന്നത്. ഈ ഒരു കാര്യം ഇസബെല്ലയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിക്കുന്നത്. ഇസബെല്ല ശരിക്കും സമനില തെറ്റിയൊരവസ്ഥയിലാവുന്നുണ്ട്. അതായത് ഇത്രയും കാലം ഒരു രഹസ്യവും ഒളിപ്പിച്ചു വയ്ക്കാതെ നന്ദൻ എല്ലാ കാര്യങ്ങളും കെവിനോടും ഇസബെല്ലയോടും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വളരെ രഹസ്യമായിട്ട് അവർ താമസം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ദേവികയോട് തുറന്നു പറയാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ ഇസബെല്ല ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഇസബെല്ല നന്ദന് മുന്നിൽ തൻ്റെ ക്രൂരമുഖം തുറന്നു കാണിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി തന്നെ ഇസബെല്ലയുടെ ചതിയും നന്ദൻ തിരിച്ചറിയും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്